2-3 ദിവസമായിട്ട് നമ്മളെ നാട്ടുകാരൻ ഹംസയുടെ കൂടെയാണ്. കുറുമയിൽ തന്നെയാണുള്ളത്. ഇന്നൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഈ ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു കരിച്ചായ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ പണ്ട് തായ്ഫിലേക്ക് കണ്ട് ഒരു ടൂറ് പോയപ്പം ഞങ്ങൾ ഈ ചായ കുടിച്ചിരുന്നു, ഷായി അലൽ ജമർ. അങ്ങനെ ഈ ജമർ എന്താണെന്ന് കരുതി ഞങ്ങൾ ഇങ്ങനെ തിരഞ്ഞു ചെന്നപ്പോഴാണ് നമ്മൾ സാധാരണ പണ്ടൊക്കെ കുടിച്ചിരുന്ന വിറകിൻ്റെ അടുപ്പിലുണ്ടാക്കിയ ചായ കാണുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ വിറക് കത്തിച്ചിട്ട് ചായ ഉണ്ടാക്കുന്ന ഒരു ചായക്കടയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നിരവധി ആളുകളാണ് പിന്നെ ഈ ചായ കുടിക്കാൻ എത്തുന്നത്. സാധാരണ ചായയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഉണ്ടാക്കുന്നത് വിറക് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള ഒരു പ്രത്യേകത. ഈ ചായയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നാന പോലെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പലതരത്തിലുള്ള ചായ ഉണ്ട്. ചായയിൽ പിന്നെ ചായക്ക് കടിയായിട്ട് ശരിക്കും അമൂല് അതേമാതിരി മറ്റു സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ പിന്നെ സൈദുലവി ഹാജി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വിരിപ്പൊക്കെ വിരിച്ച് റോഡ് സൈഡിൽ ഞങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു കട കൊണ്ട് ഒരു കുടുംബത്തിന് കഴിയാനുള്ള വകുപ്പ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വേറിട്ട ഒരുപാട് അനുഭവങ്ങൾ നമുക്കിതിൽ നൽകുന്നുണ്ട്. കാരണം ഇപ്പോൾ റോഡ് സൈഡിൽ വിരിപ്പൊക്കെ വിരിച്ച് ഈ ചായ കുടിച്ച് കുറേ നേരം സ്വറ പറഞ്ഞിരുന്ന് ഒരു ദിവസത്തെ വ്യത്യസ്തമാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും ഇതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഈ ചായ പിന്നെ വിൽക്കുന്നത് ഒരു യമനി സുഹൃത്താണ്, മുഹമ്മദ് യമനിയാണ്. നമ്മുടെയൊക്കെ പിന്നെ തുടർച്ച നമ്മൾ പറയാറുണ്ട് യമനിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇസ്ലാം മതം വന്നതെന്ന്. ആ യമൻ സ്വദേശിയാണ്. എന്തായാലും ഇതൊക്കെ എവിടെയാണെങ്കിലും അവിടെ വേറിട്ട ആ നാടിൻ്റെ തനതായ ചില സംസ്കാരങ്ങളുണ്ടാവും. അതൊക്കെ അനുഭവിച്ചറിയുക തന്നെ വേണം. എന്തായാലും വളരെയധികം സന്തോഷത്തോടു കൂടി താങ്ക് യു.